അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിൽ എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും, ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതുപോലെയുള്ള പരീക്ഷാ സംബന്ധമായ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ അഖീദയാണ്. 2ാം ക്ലാസ്സിലെ അഖീദയിൽ നിന്ന് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിതാബുകളുടെ പേരുകൾ കൊണ്ട് കളങ്ങൾ നിറക്കാം എന്നാണ്. നമുക്കറിയാവുന്ന 4 കിതാബുകളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഒരു ഉദാഹരണത്തിന് ഖുർആൻ എന്ന് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള 3 കിതാബുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. അത് നമുക്കറിയാം. അതിൽ ഒന്ന് തൗറാത്താണ്. തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാമിനിക്ക്, 2 സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാം, 3 ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാം, 4 ഖുർആൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ 4 കിതാബുകൾ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, ഈ 4 കിതാബുകൾ എല്ലാവരുടെ ഓർമ്മയിലും ഉണ്ടാവട്ടെ. ഇനി അടുത്ത ഭാഗം നോക്കാം. ഇതിൽ അള്ളാഹുവാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സവിശേഷതകൾ ഒരുപാട് നമുക്കറിയും. പരീക്ഷയിൽ എത്ര എണ്ണം ചോദിക്കുമെന്നറിയില്ല. എന്നാലും നമ്മൾ ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. അതിൽ അള്ളാഹുവാണ് മഴ തരുന്നത്, അതുപോലെ എല്ലാം പടച്ചവൻ അള്ളാഹുവാണ്, എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ അള്ളാഹുവാണ്, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹുവാണ്, കൂട്ടുകാർ ഇല്ലാത്തവൻ അള്ളാഹുവാണ്, എല്ലാം കാണുന്നവനാണ്, ആഹാരം നൽകുന്നത്, വെള്ളം നൽകുന്നത്, വസ്ത്രം നൽകുന്നത് എല്ലാം അള്ളാഹുവാണ്. അതുപോലെ തന്നെ എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹുവാണ്, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത്, ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ്, എല്ലാവരെയും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ മഴ തരുന്നത്, അതുപോലെ ഉറക്കം തരുന്നത് എന്നുണ്ട്. ബാക്കിയുള്ളവ നമ്മൾ തന്നെ പൂരിപ്പിക്കണം. അപ്പോൾ ഏതെങ്കിലും അറിയുന്ന 2 എണ്ണം ചെയ്യുക. ഇനി അടുത്തത് നോക്കാം. അടുത്തത് കുറച്ച് ചോദ്യങ്ങളാണ്. ഇവയുടെ ഉത്തരങ്ങൾ അതിൻ്റെ നേരെ എഴുതുക. ഒരു പക്ഷേ ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാകും. അത് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ജീവികളിൽ ഉത്കൃഷ്ടരാണ്. ഏറ്റവും ഉത്കൃഷ്ടരായ ജീവികൾ എന്ന് പറയുന്നത് മനുഷ്യരാണ്. രണ്ടാമത്തത്, മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകും. മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗമാണ്. അടുത്ത ചോദ്യം നോക്കാം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ്. നമ്മുടെ മതം ഇസ്ലാമാണ്. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ മതവും ഇസ്ലാം തന്നെയാണ്. അവിടെ ഉത്തരം എഴുതേണ്ടത് ഇസ്ലാം എന്നാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 6 കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ അവിടെ ഉത്തരം 6 എന്ന് എഴുതുക. പിന്നെ അടുത്തൊരു ചോദ്യം, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത്. നമുക്കറിയാം എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് അള്ളാഹുവാണ്. അവിടെ അള്ളാഹു എന്ന് എഴുതിയാൽ ഉത്തരം ശരിയാകും. പിന്നെയുള്ളത് മലക്കുകളിൽ പ്രധാനികൾ. മലക്കുകളിൽ പ്രധാനികളായ 10 പേരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവിടെ 10 പേർ എന്ന് എഴുതിയാൽ തന്നെ ഉത്തരം ശരിയാണ്. അടുത്തൊരു ചോദ്യമാണ്, വുളൂ ഇല്ലാതെ തൊടരുത്. അവിടെ ഡാഷാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുക്കാൻ. ഇവിടെ വുളൂ ഇല്ലാതെ തൊടാൻ പാടില്ലാത്ത ഒന്ന് നമുക്കറിയാം, ഖുർആനാണ്. അവിടെ ഖുർആൻ ഷരീഫ് എന്നോ ഖുർആൻ എന്നോ എഴുതിയാൽ ഉത്തരം ശരിയാകുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിരവധി വരാൻ സാധ്യതയുണ്ട്. ഏതായാലും മറ്റു ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അത് ഇങ്ങനെയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. നമുക്കറിയാം ഇസ്ലാം മതം സ്വീകരിച്ചവർക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും നാം വിശ്വസിക്കണം. അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും നാം വിശ്വസിക്കണം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. പിന്നെ മറ്റൊരു ചോദ്യം നോക്കാം. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. അതൊരു പാഠത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. മറ്റൊരു ചോദ്യം, പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേകതരം സൃഷ്ടികളാണ്.
മനുഷ്യരെ മണ്ണ് കൊണ്ട് പടച്ചു എന്നറിയാം. പ്രകാശം കൊണ്ട് പടച്ചത് മലക്കുകളെയാണ് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചത്. അടുത്തൊരു സെഷൻ ഇങ്ങനെയാണ്, അർത്ഥം എഴുതാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ പൂർണ്ണ അർത്ഥം അറബി മലയാളത്തിൽ എഴുതുക. ഇതാണ് ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മറ്റൊരു ചോദ്യമാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥം സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്, എല്ലാ സ്തുതികളും അള്ളാഹുവിനിക്കാണ്. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. ഇത് രണ്ടും മാത്രമല്ല, ഇതുപോലെ മറ്റു പലതിൻ്റെയും അർത്ഥങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. സാധാരണ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, ബൈത്തുകളുടെ തുടക്കവും അവസാനവും തന്നതിന് ശേഷം ബാക്കി പൂരിപ്പിക്കാൻ പറയുക. ഇവിടെ ഒരു ഉദാഹരണം മാത്രമാണ് നൽകിയിട്ടുള്ളത്. 6ാമത്തെ പാഠത്തിലുള്ള അർബഅത്തും മിൻ കുത്തുബിൻ തഫ്സീലുഹ തൗറാത്തു മൂസ ബിൽ ഹുദാ തൻസീലുഹ സബൂർ ദാവൂദു വ ഇൻജീലുൻ അലാ ഈസാ വ ഫുർഖാനുൻ അലാ ഖൈരിൽ മല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ പല പാഠങ്ങളിലും ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്. പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായി പഠിക്കുക. 5ാമത്തെ പാഠത്തിലുള്ള തഫ്സീലു അശ്രിൻ എന്ന് തുടങ്ങുന്ന ബൈത്ത്, 2ാം പാഠത്തിലെ ഈമാനുനാ ബില്ലാഹി എന്ന് തുടങ്ങുന്ന ബൈത്ത്, ഇവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ചോദ്യം വരാവുന്നതാണ്. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് എപ്പോഴാണ്? അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് എന്ത് ഗുണം ലഭിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയണം. അതാണ് ചെയ്യേണ്ടത്. എന്ത് ഗുണം ലഭിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയണം. മറ്റൊരു ചോദ്യം, മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം ഇതാണ്, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട്? മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്. പ്രധാനികളായ മലക്കുകളിൽ 2 മലക്കുകളുടെ പേരെഴുതാം. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം. ഈ പ്രധാനപ്പെട്ട 10 മലക്കുകളിൽ അറിയുന്ന 2 മലക്കുകളുടെ പേര് എഴുതിയാൽ മതി. വിട്ട ഭാഗം പൂരിപ്പിക്കുക അല്ലെങ്കിൽ അവസാനത്തിൽ ഉത്തരം എഴുതാനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഖുർആൻ ഷരീഫാണ് നമ്മുടെ ഡാഷ്. ഖുർആൻ ഷരീഫാണ് നമ്മുടെ കിതാബ്. വുളൂ ഇല്ലാതെ ഖുർആൻ തൊടരുത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വുളൂ ഇല്ലാതെ അത് തൊടാൻ പാടില്ല. പ്രധാനികളായ 10 മലക്കുകളുടെ പേര് അറിയൽ നമുക്ക് നിർബന്ധമാണ്. ഈ പ്രധാനപ്പെട്ട 10 മലക്കുകളുടെ പേര് അറിയൽ ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമായ കാര്യമാണ്. ഈ രൂപത്തിലായിരിക്കും അഖീദയിൽ നിന്നും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ എല്ലാവർക്കും ഉന്നതമായ വിജയം നേടാൻ സാധിക്കും. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.